السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം സൂറത്തുൽ മുജാദലയുടെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്നത് മദീനയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും എന്നാൽ ആ വിലക്കിയ കാര്യം അവിടെയുള്ള മുനാഫിഖുകൾ, യഹൂദർ ആവർത്തിക്കുകയും ചെയ്തതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചു. അതിനുശേഷം ആ യഹൂദരായ മുനാഫിഖുകളായ ആളുകൾ ചെയ്തിരുന്ന മറ്റൊരു കാര്യമായിരുന്നു സലാം പറയുമ്പോൾ അതിലുള്ള ലാമിനെ കട്ട് ചെയ്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാശമുണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തിൽ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അവർ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് വഇദാ ജാഊക ഹയ്യൗക ബിമാ ലം യുഹയ്യിക ബിഹില്ലാഹ്, അവർ താങ്കളുടെ അടുക്കലെത്തിയാൽ അള്ളാഹു തഹയ്യത്ത് നൽകിയതിന് വിപരീതമായി അവർ തഹയ്യത്ത് ചെയ്യുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെടാത്തത് എന്നവർ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. അവരുടെ സങ്കേതം നരകമാണ്, അതെത്ര മോശമാണ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ദഖല റഹ്തുൻ മിനൽ യഹൂദി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു അസ്സലാമു അലൈക്. യഹൂദരിൽപ്പെട്ട ചിലർ നബിയുടെ അടുത്തുകൂടെ നടന്നുപോയി, അല്ലെങ്കിൽ നബിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു അസ്സലാമു അലൈക്. ഫഫഹിംതുഹ, അപ്പോൾ എനിക്കത് മനസ്സിലായി. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു അലൈക്കുമുസ്സാമു വല്ലഅന, നാശവും ശാപവും നിങ്ങൾക്കാണ് എന്ന് വ്യക്തമാക്കി മറുപടി കൊടുത്തു. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മഹ്ലൻ യാ ആയിഷ, ആയിഷ അങ്ങനെ പറയല്ലേ. മഹ്ലൻ, സാവകാശം കാണിക്ക്. ഫഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാ കാര്യത്തിലും അല്ലാഹു സൗമ്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു, സൗമ്യത ഇഷ്ടപ്പെടുന്നു. ഫഖുൽതു, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു യാ റസൂലല്ലാഹ് അവലം തസ്മഅ മാ ഖാലു, അല്ലാഹുവിൻ്റെ റസൂൽ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവർ അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടു. മാ ഖാലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഖുൽതു വ അലൈക്കും, ഞാൻ വ അലൈക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് മതി. അസ്സാമു വല്ലഅന എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ട. വലൈക്കും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മഫ്ഹൂമാണ്, നിങ്ങളെന്താണോ പറഞ്ഞാൽ നിങ്ങൾക്കും. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോട് റദ്ദ് പറയുന്നിടത്ത് പോലും റദ്ദ് പറയണം, പക്ഷേ അതേ സമയത്ത് പരമാവധി അതിൽ സൗമ്യത കൊണ്ടുവരണം, പ്രകോപനമില്ലാതിരിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു തത്വം. അത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീരെ റദ്ദ് പറയാതിരുന്നില്ല, വാലൈക്കും എന്ന് പറഞ്ഞു.
പക്ഷേ അലൈക്കുമുസ്സാമു വല്ലഅന ശരിക്ക് ആ വേർഡ് കൂടി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞതിനേക്കാൾ ഒട്ടും അധികമൊന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും അങ്ങനെ പ്രതിരോധിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവകാശമുണ്ട്. ഒന്ന്, തൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞത്. രണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനോടാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടർത്ഥത്തിലും പ്രതിരോധിക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വേർഡ് ഉപയോഗിച്ചപ്പോഴേക്ക് റസൂലുള്ള പറയാണ് റിഫ്ഖ് മഹ്ലൻ. അങ്ങനെയുള്ളൊരു വൈകാരികത വേണ്ട. അതുകൊണ്ട് അള്ളാഹു എല്ലാറ്റിലും റിഫ്ഖിനെ ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നെന്ത് മനസ്സിലായി? കടുത്ത ശത്രുക്കൾക്ക് എതിരിൽ സംസാരിക്കുന്നിടത്ത് പോലും റിഫ്ഖാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, സൗമ്യഭാവമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, എല്ലാറ്റിലും. അപ്പോൾ അവർ പറഞ്ഞതിന് റദ്ദ് പറയുന്നിടത്ത് പോലും സൗമ്യതയാണ് വേണ്ടത്. എന്നാൽ റദ്ദ് പറയുകയും വേണം. അതുകൊണ്ടാണ് വ അലൈക്കും എന്ന വാക്കിൽ ഒതുക്കി മറ്റു രണ്ട് വേർഡുകൾ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു തത്വം കൂടി നമുക്ക് ലഭിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ അലൈക്കും അഹ്ലുൽ കിതാബ്, വേദക്കാർ നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ ഫഖൂലു വ അലൈക്കും, നിങ്ങൾ വ അലൈക്കും എന്നു മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ വ അലൈക്കുമുസ്സലാം എന്ന് തീർത്തും പറയാം. എന്നാൽ വേദക്കാർ പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇതായിരിക്കും ഉദ്ദേശിക്കുക. അപ്പോൾ അവർ ലാനത്ത് ഇങ്ങോട്ട് പറയുകയും നിങ്ങൾ സലാം അങ്ങോട്ട് മടക്കുകയും ചെയ്ത് അത് ഉണ്ടാവരുത്. അവർ പറയാണ് അസ്സാമു അലൈക്കും, നിങ്ങൾ പറയണം വ അലൈക്കുമുസ്സലാം. അപ്പോൾ എന്തായി? അത് കൃത്യമാണെന്ത്? നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, അവർ നാശമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് സമാധാനമുണ്ടാകട്ടെ എന്നാണോ പറയേണ്ടത്? അല്ല. വ ഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബി അഹ്സന മിൻഹ ഔ റുദ്ദൂഹ. അതാണ് ഇസ്ലാമിലെ തത്വം. നിങ്ങൾക്കൊരാൾ സലാം പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊടുക്കണം എന്നാണ്. പക്ഷേ ഇതേപോലെയുള്ള സാഹചര്യത്തിൽ അവർ തഹിയ്യത്തല്ല പറഞ്ഞത് എങ്കിൽ, അഭിവാദ്യമല്ല പറഞ്ഞതെങ്കിൽ, കാരണം തഹിയ്യത്ത് എന്നാണ് അല്ല പറഞ്ഞത്, ഇത് തഹിയ്യത്തല്ല, ഇത് സത്യത്തിൽ ശാപപ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ വാലയിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അമുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. അവർ സലാം പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. അപ്പോൾ വ അലൈക്കും എന്ന് പറയുമ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് തിരിച്ചു പറഞ്ഞു. സലാമാണെങ്കിൽ സലാം, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നേരെ മറിച്ച് വ അലൈക്കുമുസ്സലാം എന്ന് കൃത്യമായി പറഞ്ഞാൽ അത് അപകടമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ നിലക്കൊന്നും നിങ്ങൾക്ക് സംശയമില്ലാത്ത, നിങ്ങളോട് സ്നേഹവും ബന്ധവും എല്ലാം വെച്ച് പുലർത്തുന്ന, ഒരു നിലക്കും തെറ്റായ രീതിയിൽ അല്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ള ആളുകൾ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായും മടക്കുന്നതിന് വിരോധമില്ല. വ അലൈക്കുമുസ്സലാം എന്ന് തന്നെ മടക്കാം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സലാമുന അലാമൻ ഇത്തബ അൽ ഹുദ എന്നാണ്. സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനമുണ്ട്. സലാമുൻ അലാമൻ ഇത്തബ അൽ ഹുദ, സന്മാർഗം പിൻപറ്റിയവർക്ക് അള്ളാഹുവിൻ്റെ സലാമുണ്ട്. ആ നിലക്കുള്ള സന്മാർഗം പിൻപറ്റാനുള്ള തൗഫീഖ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു മുസ്ലിമിന് വേണ്ടിയാകുമ്പോൾ ഓൾറെഡി അവർ മുസ്ലിമീങ്ങളാണ്. അല്ലാത്തവരാകുമ്പോൾ ഇസ്ലാം സ്വീകരിച്ച് സമാധാനം ലഭിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന ആശംസയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ നിലക്ക് സലാം പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു തബാറക വ തആല ആലം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ أيها الذين آمنوا إذا تناجيتم
فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. തെറ്റായ നിലക്കുള്ള കൂടിയാലോചനകളും രഹസ്യയോഗങ്ങളെയും വിലക്കിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, ഇദാ തനാജയ്തും, നിങ്ങൾ കൂടിയാലോചിക്കുകയാണെങ്കിൽ, രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ, ഫലാ തതനാജൗ, ഒരിക്കലും നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തരുത്. തനാജ യതനാജ തനാജി, രഹസ്യമായി മറ്റുള്ളവർ കേൾക്കാതെ ലിമിറ്റഡ് ആളുകൾ മാത്രം കേൾക്കേണ്ടുന്ന സംസാരത്തിനാണ് അങ്ങനെ പറയുന്നത്. ഫലാ തതനാജൗ ബിൽ ഇസ്മി, ഒരു പാപം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ കൂടിയാലോചിക്കരുത്. വൽ ഉദ്വാൻ, ശത്രുതയുണ്ടാക്കുന്ന വിഷയത്തിലും പാടില്ല. വമഅസിയത്തിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലും നിങ്ങൾ കൂടിയാലോചിക്കരുത്. വതനാജൗ, മറിച്ച് നിങ്ങൾ കൂടിയാലോചിച്ചോളൂ. ബിൽ ബിർരി വത്തഖ്വ, ബിൽ ബിർ, പുണ്യം സ്ഥാപിക്കാൻ വേണ്ടി, വത്തഖ്വ, ധാർമ്മിക ബോധം നിലനിർത്താൻ വേണ്ടി, തഖ്വ സ്ഥാപിക്കാൻ വേണ്ടി. പുണ്യത്തിൻ്റെ കാര്യത്തിലും തഖ്വയുടെ കാര്യത്തിലും കൂടിയാലോചിച്ചോളൂ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഇലൈഹി, അവനിലേക്കാകുന്നു തുഹ്ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഹഷറ യഹ്ഷുറു ഹഷറൻ, ഒരുമിച്ച് കൂട്ടുക. വത്തഖുല്ലാഹ് അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ ഏതൊരു റബ്ബിലേക്കാണോ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി സംസാരിക്കൽ, 2-3 ആളുകൾ കൂടി സംസാരിക്കൽ വിലക്കിയെങ്കിലും അങ്ങനെ ഇല്ലാതെ ഒരു സമൂഹത്തിൽ അങ്ങനെ 2-3 ആളുകൾ കൂടുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നേരത്തെയുള്ള ആ വിലക്കിന് ഇളവ് നൽകിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം വിശ്വാസികൾക്കും അത് പ്രയാസകരമായി തീർന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് നല്ല നല്ല കാര്യങ്ങളിൽ അവർക്ക് സംസാരിക്കേണ്ടി വരും. 2 ആളുകൾ കൂടിയാൽ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് യഹൂദരോടും മുനാഫിക്കുകളോടും പറഞ്ഞതാണ്, വിശ്വാസികൾക്കത് ബാധകമല്ല. അതുകൊണ്ട് വ്യക്തമാക്കി കൊടുത്തു.
നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലുമാണ് കൂടി സംസാരിക്കുന്നതെങ്കിൽ അതിന് വിരോധമല്ല. പക്ഷേ ഒരിക്കലും പാപത്തിലും ശത്രുതയിലും പ്രവാചകനോട് എതിര് നിൽക്കുന്ന വിഷയത്തിലും നിങ്ങൾ കൂടിയാലോചിക്കാൻ പാടില്ലാത്തതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തനാജയ്തും, നിങ്ങളങ്ങനെ മീറ്റിംഗ് കൂടുകയാണെങ്കിൽ ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാൻ വമഅസിയത്തിർ റസൂൽ, പാപം ചെയ്യാൻ ശത്രുതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലും കൂടിയാലോചിക്കരുത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അത് പ്രസ്ഥാനങ്ങളാകട്ടെ, ഗ്രൂപ്പുകളാകട്ടെ, കുടുംബക്കാരാകട്ടെ, നാട്ടുകാരാകട്ടെ, കൂടിയാലോചനയും മീറ്റിങ്ങും ഇസ്ലാം അനുവദിക്കുന്നു. പക്ഷേ ഒരിക്കലും തന്നെ ഖുർആനിനെതിരിലായി ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ, സ്വഹീഹായ ഹദീസുകൾക്കെതിരിൽ തീരുമാനമെടുക്കാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനും അഖീദക്കുമെതിരിൽ തീരുമാനമെടുക്കാനുള്ള കൂടിയാലോചനകളൊക്കെ വലിയ ഗൗരവമുള്ളതാണ്. പലപ്പോഴും ഇന്ന് നടക്കുന്ന ധാരാളക്കണക്കിന് മീറ്റിങ്ങുകൾ, അവർ മീറ്റിംഗ് കൂടുന്നത് അഹ്ലുസുന്നയെ എങ്ങനെ പരാജയപ്പെടുത്താം, ഹദീസുകളെ എങ്ങനെ നിഷേധിക്കാം, ശരിയായ പ്രബോധനത്തെ എങ്ങനെ തടയിടാം, ഇങ്ങനെ ഇസ്ലാമിനെതിരിലുള്ള മീറ്റിങ്ങുകളാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രവാചകനെതിരിലുള്ള മീറ്റിങ്ങുകൾ, അതൊക്കെ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മനുഷ്യരുടെ കൂടി ഇരുന്നുള്ള സംഭാഷണങ്ങളിൽ അധികവും ഖൈറില്ല, ഷർറാണുള്ളത്. ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. എന്നാൽ ഒരു സദഖ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങുകളിൽ ഏറ്റവും നല്ല മീറ്റിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് അതുകൊണ്ടാണ്. മീറ്റിങ്ങുകളിൽ ഏറ്റവും നല്ല മീറ്റിംഗ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളാണ്. അതാണ് ഇല്ലാമൻ അമറ ബി സദഖത്തിൻ, ഒരു സദഖ ചെയ്യാൻ വേണ്ടി, കൽപ്പിക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടുക. ഇന്നെന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ആൾക്കിന്ന പ്രശ്നമുണ്ട്, ഇന്ന നാട്ടിലിന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ദഅ്വാ രംഗത്ത് ഇങ്ങനൊരു വിഷയമുണ്ട്, നമുക്കതിലേക്ക് പണം വേണം. കൂടിയാലോചിക്കുന്നു, കമ്മിറ്റി ഉണ്ടാക്കുന്നു, പൈസ പിരിക്കാൻ സംവിധാനം ഉണ്ടാക്കുന്നു. അള്ളാഹു പറയാണ് അതിൽ ഖൈറുണ്ട്, അത്തരം മീറ്റിങ്ങുകൾ ഖൈറാണ്. അല്ലെങ്കിൽ ഔ മഅറൂഫിൻ, ഒരു മഅറൂഫായ കാര്യം, ഒരു നന്മ സ്ഥാപിക്കാൻ വേണ്ടി, നന്മ കൽപ്പിക്കുക, ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക, ദഅവത്ത്. അപ്പോൾ ദഅവത്തിന് വേണ്ടി മീറ്റിംഗ്, അതും ഇസ്ലാം അനുവദിക്കും. ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി. രണ്ടാളുകൾ പിണക്കത്തിലാണ്, രണ്ട് കുടുംബക്കാർ പിണക്കത്തിലാണ്, ഒരു ഭാര്യയും ഭർത്താവും പിണക്കത്തിലാണ്. എന്താണ് നമുക്ക് അവരുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയുള്ള കൂടിയാലോചനകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് മീറ്റിംഗ് കൂടിയാൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ, വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകും. അപ്പോൾ നല്ല കാര്യങ്ങൾക്കുള്ള മീറ്റിങ്ങിന് വമ്പിച്ച പ്രതിഫലമുണ്ട്, അതിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലമുണ്ട്. മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് എന്തോ ഒരു പാടില്ലാത്ത എന്തോ ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് അതിനെ അവഗണിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സത്യവിശ്വാസികൾക്കിടയിലുള്ള ദഅവത്തിന് വേണ്ടിയും നന്മകൾക്ക് വേണ്ടിയുമുള്ള മീറ്റിങ്ങിനൊക്കെ വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്നാൽ പലപ്പോഴും തമാശയിൽ പോലും ആളുകൾ ഇപ്പോൾ ഒരു വ്യവസ്ഥാപിത സത്യമായി സ്ഥാപിച്ച എന്താണ്, ഈറ്റിംഗ് ഉണ്ടോ നാം മീറ്റിങ്ങിനുണ്ട്, ഈറ്റിംഗ് ഇല്ലേ നാം മീറ്റിങ്ങിനില്ല. ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ പറയുന്നതിന് വിരോധമില്ല. എന്തുകൊണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? ഇതേ കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്റിന്, അതല്ലെങ്കിൽ മറ്റൊരു വക്ത്, സലാം വീട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ പള്ളി നിറച്ചു ആളുകൾ, പള്ളി നിറയെ ആളുകൾ. അപ്പോൾ എന്താ സംഭവം? അന്ന് ഗനീമത്ത് സ്വത്ത്, അതല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് വന്ന പ്രത്യേകം ഇത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പം അന്ന് ഫുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആടിൻ്റെ
കുറുക്, അതിൻ്റെ കാലുണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ വരുന്നു, അതില്ലെങ്കിൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായും അത്തരമൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അവിടെ ഈറ്റിംഗ് അല്ല, അത് മറ്റൊരു വിഷയമാണ്. മീറ്റിങ്ങുകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ റബ്ബിൻ്റെ പ്രീതിയാണ് ആഗ്രഹിക്കേണ്ടത്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് ആരെങ്കിലും അത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുത്താൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ, വമ്പിച്ച പ്രതിഫലം ഞാൻ അവർക്ക് നൽകുന്നതാണ്. അപ്പോൾ ഏതൊരു മീറ്റിങ്ങിനും പ്രതിഫലമുണ്ട്, പക്ഷേ അത് ഈ പറയപ്പെട്ട നല്ല കാര്യങ്ങൾക്കാകണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരിക്കലും മീറ്റിങ്ങുകൾ തെറ്റായ കാര്യങ്ങൾക്കാവരുത്. ബിൽ ഇസ്മി വൽ ഉദ്വാനി വ മഅസിയത്തിർ റസൂൽ വതനാജൗ, നിങ്ങൾ കൂടിയാലോചിച്ചോളൂ. ബിൽ ബിർരി വത്തഖ്വ, ഒരു പുണ്യം ചെയ്യാൻ വേണ്ടി, അതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. വത്തഖ്വ, ജനങ്ങൾക്ക് ധാർമ്മിക ബോധം നൽകാൻ വേണ്ടി അതിന് പറ്റിയൊരു വഅദ് വേണം, ഒരു പ്രസംഗം വേണം, ഒരു ദർസ് വേണം, കൂടിയാലോചിച്ച് തീരുമാനിക്കാം. ഒരു ഖുർആൻ ക്ലാസ് വേണം, ഒരു ഹദീസ് പഠന ക്ലാസ് വേണം. ഒക്കെ നന്മയാണ്, ഒക്കെ തഖ്വയാണ്. അതും മീറ്റിങ്ങുകളിലൂടെയാണ് നടക്കുന്നത്. പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ആത്യന്തികമായി അതിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ലക്ഷ്യങ്ങൾ മറന്നുപോയേക്കാം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇതിലെ വളരെ ഗൗരവമുള്ളതാണ്. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറുൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് എന്താണ് ഇവിടെ അതിനോട് ചേർത്ത് പറഞ്ഞത്? അല്ലദീ ഇലൈഹി തുഹ്ശറുൻ, അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നാണ്. അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. അന്ന് നിങ്ങളുടെ അമലുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ മീറ്റിങ്ങുകളിലുള്ള സംസാരങ്ങൾ, കാര്യങ്ങളൊക്കെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചിറബിലേക്ക് മടങ്ങിപ്പോകണം എന്ന ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ഓരോ മനുഷ്യരും പ്രവർത്തിച്ചതനുസരിച്ച് അവർക്ക് അന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ് വിശ്വാസികളോട് 9-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൻ നജ്വ, നിശ്ചയമായും നജ്വ, കൂടിയാലോചന. നജാ യൻജു നജ്വ. ഇന്നമൻ നജ്വ മിനശ്ശൈത്താൻ, പലപ്പോഴും തെറ്റായ കൂടിയാലോചനകൾ പിശാചിൽ നിന്നാണ്. എന്തിനാണത്? ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസികളെ സങ്കടപ്പെടുത്താൻ വേണ്ടി. ഹസന യഹ്സുനു ഹുസ്നൻ. ലിയഹ്സുനല്ലദീന ആമനു, ഈമാനുള്ള സത്യവിശ്വാസികളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. എന്നാൽ വലൈസ ബിദ്ദാരിഹിം ഷൈഅ, ആ നജ്വ ലൈസ ബിദ്ദാരിഹിം, ഉപദ്രവമുണ്ടാക്കുന്നതല്ല. ദാർ എന്ന് പറഞ്ഞാൽ ഉപദ്രവമുണ്ടാക്കുന്നത്. ദർറ യദുറു ദർറൻ ഔ ദുർറൻ, ഉപദ്രവമുണ്ടാക്കുക, ഉപദ്രവം. വലൈസ ബിദ്ദാരിഹിം ഷൈഅ, അത് ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേലാകട്ടെ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. തവക്കല യതവക്കലു തവക്കുലൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഒരു കാര്യമാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, വിശ്വാസികൾക്കെതിരിൽ അവിടെ അങ്ങനെ തീരുമാനമുണ്ടാകുന്നുണ്ട്, ഇന്ന മീറ്റിംഗ് ഉണ്ട്, ഇന്ന മന്ത്രിസഭയിൽ ഇന്ന തീരുമാനമെടുക്കും, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് വന്നാൽ ആ തീരുമാനം എടുക്കും, ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ വിശ്വാസികൾക്കെതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ. നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ അത് വ്യാപകമാണ്. അത് യഥാർത്ഥത്തിൽ പിശാച് നടത്തുന്നൊരു തന്ത്രം മാത്രമാണ്. ഇത് ചെയ്യുന്ന ആളുകൾക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കും പൈശാചികമായൊരു മാനസികമായ സുഖം കിട്ടും, അതിനുവേണ്ടി ചെയ്യാണ്. അത് വിശ്വാസികളെ വേദനിപ്പിക്കാം, അവരെ വിഷമിപ്പിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈമാനിൻ്റെയും തവക്കുലിൻ്റെയും കുറവനുസരിച്ച് ആളുകൾ അതിൽ പെടുകയും ചെയ്യും.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്, ഇന്നമൻ നജ്വാ മിന ശൈത്താൻ, ഒന്നത് പിശാചിൽ നിന്നാണ് എന്ന് പറഞ്ഞതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം എന്താണ്? ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. പിശാചിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ തന്ത്രമാണ്. ശൈത്താന് ദീർഘവീക്ഷണമില്ല. ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. പിശാചിൻ്റെ തന്ത്രം വളരെ ദുർബലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ മുസ്ലിമീങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിച്ചിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തത് തന്ത്രങ്ങളിലെ പാളിച്ചകളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് വിജയിപ്പിക്കൂല. ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. പിശാചിൻ്റെ തന്ത്രമാണത്, അത് ദുർബലമാണത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല. അതൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ, കാര്യങ്ങൾ അത് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അതൊക്കെ പിശാചിൽ നിന്നുള്ളതാണ്. അതിനെ ആ ഒരു നിലവാരത്തിൽ കണ്ടാൽ മതി. ഇന്നമൻ നജ്വാ മിന ശൈത്താനി ലിയഹ്സുനല്ലദീന ആമനു വലൈസ ബിദാരിഹിം ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഒരു ഉപദ്രവം അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നാൽ ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അള്ളാഹു നടപ്പിൽ വരുത്തും. ചില കാര്യങ്ങൾ അത് തന്നെ എന്തിനാണ്? കറകളഞ്ഞ മുഅ്മിനുകളെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികളെ പരീക്ഷണത്തിന് വിധേയമാക്കാതെ വെറുതെ വിട്ടേക്കുമെന്ന് അവർ വിചാരിച്ചോ? അപ്പോൾ വെറുതെ വിടൂല അല്ലാഹു, മറിച്ച് പരീക്ഷണങ്ങൾ കൊണ്ടുവരും. എന്തിനാണത്? സത്യസന്ധരെയും കളവ് പറയുന്നവരെയും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും 100% ഖാലിസായ ഷർറിനെ അള്ളാഹു സൃഷ്ടിക്കൂല. അതാണ് വശർറു ലൈസ ഇലൈക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ നിന്നിലേക്ക് ഷർറ് ചേർക്കപ്പെടൂല. അള്ളാഹു ഒന്നിനെയും പൂർണ്ണമായും ഷർറായിക്കൊണ്ട് സൃഷ്ടിക്കുന്നില്ല, മറിച്ച് ഒരു ഹൈറാണ് അതിലുള്ളത്. ചിലർക്കതിനെ ഷർറായി അനുഭവപ്പെട്ടാലും ആത്യന്തികമായി അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഹൈറാണ്. എത്രത്തോളം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചതുപോലും ധാരാളം ഹൈറുകൾ അതിലുണ്ട്. ഇബ്ലീസിനെ സൃഷ്ടിച്ചതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഹൈർ എന്താണ്? യഥാർത്ഥ വിശ്വാസികളെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ, മനസ്സുറപ്പുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ, ഇഖ്ലാസുള്ളവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ, സ്വർഗക്കാരെയും നരകക്കാരെയും തിരിച്ചറിയാൻ, അള്ളാഹുവിനനുസരിക്കുന്നവരെയും പിശാചിനനുസരിക്കുന്നവരെയും തിരിച്ചറിയാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വലിയ പരീക്ഷണമാകുന്ന മനുഷ്യനെന്ന മഹാത്ഭുത സൃഷ്ടി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതം നിറഞ്ഞ മനുഷ്യനെന്ന ഈ ഒരു സൃഷ്ടിയിൽ വമ്പിച്ചതായൊരു പരീക്ഷണം സൃഷ്ടാവ് ഉദ്ദേശിക്കുന്നു. അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു കൊണ്ടുവന്നതാണ് ഈ മഹാപ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നമ്മെ സൃഷ്ടിച്ചു. ഇത് വലിയൊരു സംവിധാനമാണ്, വലിയൊരു സംഭവമാണ്. ആലോചിച്ചാൽ വമ്പിച്ചൊരു സംഭവമാണ്. ആ സംഭവത്തിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന ആളുകളെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയപ്പെട്ട ഇബ്ലീസാണെങ്കിലും മറ്റു ശൈത്താന്മാരാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഒരു ഖൈർ അവിടെ ഉണ്ട്. അസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിച്ച് അവനിലെ സത്യസന്ധനെയും അല്ലാത്തവനെയും, തവക്കുലുള്ളവരെയും അല്ലാത്തവരെയും, തൗഹീദിൽ അടിയുറച്ചവരെയും അല്ലാത്തവരെയും ഒക്കെ തിരിച്ചറിയാൻ ചിലത് അള്ളാഹു അനുഭവിപ്പിക്കും ശത്രുക്കളുടെ കൈകളിലൂടെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഇവിടെ ഫല്യതവക്കൽ അലല്ലാഹ് ഫിഅല്, ഫാഇല്, മഫ്ഊല് അങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ മഫ്ഊലിന് ആദ്യം പറഞ്ഞത് ഹസറിൻ്റെത് കിട്ടാൻ വേണ്ടിയാണ് മാത്രം. അലല്ലാഹ്, അള്ളാഹുവിലായിരിക്കട്ടെ. ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. അപ്പോൾ അത് റഹ്മാനായ റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുക, സൃഷ്ടികളിൽ ആരിലും നിങ്ങൾ ഭരമേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വിശ്വാസികൾക്കെതിരിലുള്ള ഗൂഢാലോചനകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമൊക്കെ ധാരാളമുണ്ടാകും. നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് സമാധാനമായിരിക്കുക, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇനി വല്ല ഉപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അറിയാതെയല്ല സംഭവിക്കുന്നത്. പിന്നെ ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടിയാണ് അത് സംഭവിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ അള്ളാഹു ബ്ലോക്ക് ചെയ്യുമായിരുന്നു. എന്നിട്ടും അത് സംഭവിക്കട്ടെ എന്ന് അള്ളാഹു വിചാരിച്ചത് അതിൽ ചില ഹൈറുകളുണ്ട്. ആ ഹൈറ് കണ്ടെത്തി ക്ഷമിക്കാനും സഹിക്കാനും സന്തോഷമടയാനും സമാധാനമടയാനും വിശ്വാസികൾക്ക് കഴിയണം. അതിനുള്ള അറിവും ഉൾക്കാഴ്ചയുമൊക്കെ അവർ ഖുർആനിലൂടെയും മറ്റും മനസ്സിലാക്കിയെടുക്കണം. നിരന്തരമായി ഖുർആൻ ഓതിയും പണ്ഡിതന്മാരുടെ അഖ്വാലുകൾ കേട്ടും പ്രഭാഷണങ്ങൾ കേട്ടും മനസ്സിലാക്കിയും നല്ല ഗ്രന്ഥങ്ങൾ വായിച്ചും ഹദീസുകൾ മനസ്സിലാക്കിയും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വിശ്വാസികൾക്കത് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു ലിയഹ്സുനല്ലദീന ആമനു, വിശ്വാസികൾക്ക് വിഷമമുണ്ടാക്കുന്ന മീറ്റിങ്ങുകൾ. അത് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നാണെങ്കിലും അതിനോട് സാദൃശ്യമുള്ള ചില കാര്യങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദില്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കൂൻതും സലാസ, നിങ്ങൾ മൂന്നാളിരിക്കുമ്പോൾ ഫലാ യതനാജസ്നാൻ, രണ്ടാളുകൾ മാത്രം സ്വകാര്യം പറയരുത്, ദൂന സാഹിബിഹിമ, മൂന്നാമത്തെ ആൾ കേൾക്കാതെ. മൂന്നാളിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ടാളുകൾ മാത്രം മാറി നിന്ന് സംസാരിക്കുക, അവർ മാത്രം ചെവിയിൽ സംസാരിക്കുക, അത് പാടില്ല. ഫഇന്ന ദാലിക യുഹ്സിനുഹു, അത് നിങ്ങൾ ആ അപരനെ സങ്കടപ്പെടുത്തും. എന്നെ പറ്റിയാണോ പറയുന്നത് എന്ന് അയാളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ തോന്നിപ്പോവും. അപ്പോൾ അതൊരു വിഷമമാണ്. അപ്പോൾ മൂന്നാളിരിക്കുമ്പോൾ രണ്ടാൾ മാത്രം സംസാരിക്കുക, നാലാളിരിക്കുമ്പോൾ രണ്ടാൾ മാത്രം സംസാരിക്കുക, പാടില്ല. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു വലിയൊരു സംഘമാണെങ്കിൽ കുഴപ്പമില്ല. വലിയൊരു ഗ്രൂപ്പാണ്, ഒരുപാട് ആളുകളുണ്ട്, അവിടെ പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വലായി സംസാരിക്കേണ്ടി വരും. അതല്ലാതെ കുറഞ്ഞ എണ്ണം ആളുകളാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾക്ക് എന്തോ അത്യാവശ്യമായി നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അതപ്പോൾ തന്നെ പറയേണ്ടത് അത്യാവശ്യമുള്ളൊരു വിഷയമാണ്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കൂൻതും സലാസതൻ, നിങ്ങൾ മൂന്നാളുകളാണ്, ഫലാ യതനാജസ്നാനി ദൂന സാലിസ്, മൂന്നാമനെ ഒഴിവാക്കി രണ്ടാളുകൾ സംസാരിക്കരുത്, ഇല്ലാ ബിഇദ്നിഹി, ആ വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ പറയുക എന്താണ്, ഒരു കാര്യം, ഒരു വിഷയമുണ്ട്, അതൊന്നും പറയട്ടെ എന്ന് പെർമിഷൻ ചോദിക്കണം. നോക്കൂ എന്തെല്ലാം ആദാബുകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വ്യക്തികൾ തമ്മിൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇല്ലാ ബിഇദ്നി, അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാം. ഫഇന്ന ദാലിക യുഹ്സിനുഹു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ സംസാരം ആ വ്യക്തിയെ വേദനിപ്പിക്കും. അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ട് എന്നാലെന്നൊരു വിഷയത്തിൽ ഒരു ഡിസ്കഷൻ, ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള നിലക്കൊക്കെ പറയാം. അതല്ലാത്ത നിലക്ക് അവരെ കൂട്ടാതെ സംസാരിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാക്കരുത്. അത്തരം രീതികളൊക്കെ പിശാചിൽ നിന്നുള്ളതാണ്. വിശ്വാസികളിൽ ഒരിക്കലും അത് കാണപ്പെടരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഖാല യഖൂലു ഖൗലൻ, ഖീല പറയപ്പെട്ടാൽ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, മജ്ലിസിൻ്റെ ജംആണ്, ഇരിപ്പിടങ്ങളിൽ വിശാലത കാണിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, തഫസ്സഹ യതഫസ്സഹു തഫസ്സുഹൻ, തഫസ്സഹ എന്ന് പറഞ്ഞാൽ ഫസഹ യഫ്സഹു ഫസ്ഹൻ, വിശാലത കാണിക്കുക, നീങ്ങിയിരിക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക, മറ്റൊരാൾക്ക് കൂടി സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണ് തഫസ്സഹ എന്ന് പറയുക, സ്ഥലമൊരുക്കി കൊടുക്കുക. അപ്പോൾ ഒരു മജ്ലിസിലിരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ വന്നാൽ അവർക്ക് കൂടി ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ നിങ്ങളോടൊന്ന് നീങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം തരാൻ വേണ്ടി പറഞ്ഞാൽ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം, നീങ്ങിയിരുന്നു കൊടുക്കണം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും,
അപ്പോൾ അള്ളാഹു നിങ്ങൾക്കും സൗകര്യം ചെയ്തു തരും. ഫസഹ യഫ്സഹു ഫസ്ഹൻ യഫ്സഹില്ലാഹു ലക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും സൗകര്യം ചെയ്തു തരും. ഇനി വഇദാ ഖീല, ഇനി പറയപ്പെട്ടത് ഉൻഷുസു, എഴുന്നേൽക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, നഷസ യൻഷുസു വയൻഷിസു നഷ്സൻ വനുഷൂസ. നഷസ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പുറപ്പെടുക. രണ്ടിനും നഷസ എന്നുള്ള വാക്ക് പറയും. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനും പറയും, ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പോകുന്നതിനും പറയും. കൂടുതലും ഒരു കാര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പോകുന്നതിനാണ് അത് പറയുക. വഇദാ ഖീല ഉൻഷുസു, ഇനി നിങ്ങളോട് എഴുന്നേറ്റ് പുറപ്പെടാൻ ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടാൽ, ഫൻഷുസു, നിങ്ങൾ എഴുന്നേൽക്കണം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും. റഫഅ യർഫഉ റഫഅൻ. യർഫഇല്ലാഹ്, അല്ലാഹു ഉയർത്തും, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെ, വല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും, വല്ലദീന ഊതു, അവർ നൽകപ്പെട്ടിരിക്കുന്നു, ആതാ യുതി ഈതാൻ, നൽകുക, വല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും ഈമാനുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജാത്തിൻ, ദറജത്തിൻ്റെ ജംആണ് ദറജാത്ത്, പല പദവികൾ ഉയർത്തുമെന്ന് മറ്റുള്ളവരെ അപേക്ഷിച്ച്. വല്ലാഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഖബീർ, അതീവ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ വിശ്വാസികൾക്കിടയിലുള്ള വമ്പിച്ചതായ മറ്റൊരു മര്യാദ, കാരണം ഇവിടെ നജ്വയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും മറ്റൊരായത്തിനോട് കണക്റ്റഡാണ്. പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ഓരോ ആയത്തും തൊട്ടടുത്ത ആയത്തുമായി കണക്റ്റഡാണ്. ആ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുകൾ തമ്മിൽ വരെ ആ കണക്ഷൻ പറഞ്ഞത് കാണാം. ആയത്തുകൾ തമ്മിൽ കണക്റ്റഡാണ്. നമുക്കറിയാം, ഈ അധ്യായം തുടങ്ങുന്നത് ഖദ് സമീഅ അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക, നബിയും ആ വന്ന വൃദ്ധയായ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണം ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നില്ല, പക്ഷെ അള്ളാഹു കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രഹസ്യ സംഭാഷണങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. അതങ്ങനെ വന്നിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ 2 ആൾ സംസാരിച്ചാൽ 3-ാമത് അള്ളാഹുണ്ട്, 5 ആൾ സംസാരിച്ചാൽ 6-ാമതായി അള്ളാഹുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് തെറ്റായ രഹസ്യ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വിശ്വാസികളോട് ശരിയായ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അതിന് ശേഷം സ്വാഭാവികമായും സംഭാഷണങ്ങൾ നടക്കുന്നത് മജ്ലിസിലാണ്. അപ്പോൾ ആ മജ്ലിസിൻ്റെ മര്യാദയാണ് പിന്നെ പറയുന്നത്. മീറ്റിങ്ങിന് ആൾ വരുമ്പോൾ സൗകര്യം ചെയ്തു കൊടുക്കുക, മജാലിസുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഏത് മജ്ലിസിലും, മജ്ലിസിൻ്റെ ആദാബുകൾ ഇഷ്ടം പോലെയാണ്. ഒരു തഫ്സീർ ക്ലാസ്സിൽ നമുക്കത് മുഴുവൻ കൊണ്ടുവരിക സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖൂമു റജുലു ലിറജുലി മിൻ മജ്ലിസി, ഒരാളും തൻ്റെ മജ്ലിസിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കേണ്ടതില്ല. വലാകിൻ അഫ്സിഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. അവർ കൂടി ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അന്നഹു നഹാ അൻ യുഖാമ റജുലു മിൻ മജ്ലിസിഹി വയജ്ലിസ ഫീഹി ആഖറു, ഒരാൾ വന്നിട്ട് നേരത്തെ ഇരുന്ന ആളെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയിരിക്കുന്നു. ഒരാൾ വരിക, നീ എഴുന്നേൽക്ക്, ഞാൻ ഇരിക്കട്ടെ എന്ന് പറയാം, അത് വിലക്കപ്പെട്ടതാണ്, ഹറാമാണ്. വലാകിൻ തഫസ്സഹു വതവസ്സഉ, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വിശാലത കാണിക്കുക, അദ്ദേഹത്തിന് കൂടി ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. വക്കാന ഇബ്നു ഉമർ യക്റഹു അൻ യഖൂമ റജുലു മിൻ മജ്ലിസിഹി സുമ്മ യുജ്ലിസ മക്കാനഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ആരെ എഴുന്നേറ്റ് കൊടുത്താലും അദ്ദേഹം അതിന് വെറുത്തിരുന്നു എന്നാണ്. എന്നിട്ട് അവിടെ ഇരിക്കുക ഇല്ല. ആരാണോ ഒരു മജ്ലിസിൽ ആദ്യം വന്നിരിക്കുന്നത് ആ സീറ്റ് അയാൾക്ക് അഹക്കാണ് എന്നാണ്. മറ്റൊരു റിവായത്തിലുള്ളത്, ഒരാളൊരു സീറ്റിലിരുന്നു, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി, ഒന്നുകിൽ വുളു എടുക്കാൻ
അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി, അല്ലെങ്കിൽ വേറൊരാവശ്യത്തിന് ഫോൺ ചെയ്യാൻ പോയി, തിരിച്ചു വരുമ്പോഴേക്ക് ആ സീറ്റിൽ വേറൊരാൾ കയറിയിരിക്കരുതെന്നാണ്. അയാൾ തിരിച്ചു വന്നാൽ ആ സീറ്റിന് ആ വ്യക്തിയാണ് കൂടുതൽ അർഹൻ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസുകൾ ഉദ്ധരിക്കുന്നില്ല, നിങ്ങളൊരു മജ്ലിസിലേക്ക് വന്നാൽ നിങ്ങൾ രണ്ടാളുകളെ ഇങ്ങനെ കീറി മുറിച്ചും മുന്നോട്ട് പോകരുത്. എവിടെയാണോ സീറ്റുള്ളത് അവിടെ ഇരിക്കുക. ഇനി മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് പോവാം, കുഴപ്പമില്ല. പക്ഷേ ഒരാളെ ഉപദ്രവിക്കാത്ത നിലക്കായിരിക്കണം മുന്നിലേക്ക് പോവേണ്ടത്. ആ നിലക്ക് മജ്ലിസുകളിലിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. പരമാവധി ഇൽമിൻ്റെ മജ്ലിസുകളാണെങ്കിൽ, അറിവിൻ്റെ മജ്ലിസുകളാണെങ്കിൽ അവിടെ ഇരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ കുറിച്ച് പറഞ്ഞു. അവരിൽ ഒരാൾ മജ്ലിസിൻ്റെ മുന്നിൽ ഒരു സ്ഥലം കണ്ടു, ആ സ്ഥലത്ത് കയറിയിരുന്നു. എന്ന് പറഞ്ഞാൽ നബിയോട് ഏറ്റവും അടുത്ത് സ്ഥലമുണ്ട്, സീറ്റുണ്ട്, കസേരയുണ്ട്. അപ്പോൾ ഇരിക്കേണ്ടത് എവിടെയാണ്? ഏറ്റവും മുന്നിലാണ്, സംസാരിക്കുന്ന ആളുടെ അടുത്താണ് ഇരിക്കേണ്ടത്. മറ്റൊരാൾ പിറകിലിരുന്നു, മുന്നിൽ സ്ഥലമുണ്ട്, എന്നാലും ആളുകളൊക്കെ ശ്രദ്ധിക്കൂലേ, അങ്ങനെ വൈകി വന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഹയാ കാണിച്ചു, പിറകിലിരുന്നു. 3-ാമത്തെ ആൾ ഇരുന്നതേയില്ല, ആ മജ്ലിസിൽ ഇരുന്നതേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 3 ആളുകളുടെ കാര്യം, മുന്നിലേക്ക് കയറിയിരുന്നാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹു ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. അപ്പോൾ ഏതൊരു ഇൽമിൻ്റെ മജ്ലിസിലും ഏറ്റവും പിറകു പോയിരിക്കാനല്ല ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മുന്നിൽ വന്നിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അറിവിൻ്റെ മജ്ലിസുകളിൽ അങ്ങനെ ആയിരിക്കണം. ആരാണോ കൂടുതൽ മുന്നിൽ വന്നിരിക്കുന്നത് അവരോടാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2-ാമത്തെ ആൾ ഒരല്പം ലജ്ജ കാണിച്ചിരിക്കുന്നു. അയാൾ ഇരുന്നു, പക്ഷേ ഒരല്പം ഹയാ കാണിച്ചു. അള്ളാഹുവും അയാളോട് ഹയാ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അടുക്കുന്നതിൽ ഒരു ഹയാ, അള്ളാഹുവിന് കമാ യലീഖു ബിജലാലി. 3-ാമത്തെ ആൾ ആ സദസ്സ് തന്നെ ഇരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അയാളിൽ നിന്നും മുഖം തിരിച്ചിരിക്കും. അറിവിൻ്റെ മജ്ലിസിലിരിക്കാതെ, അല്ലെങ്കിൽ നന്മയുടെ ഒരു മജ്ലിസിലേക്ക് അതിനെ മനഃപൂർവ്വം അവഗണിക്കുന്നവരെ അള്ളാഹുവും അവഗണിക്കും. ഹയാ കാണിച്ച ആളോട് പോലും അള്ളാഹു റഹ്മത്ത് കാണിച്ചെങ്കിലും ആദ്യം കാണിച്ച ആളുടെ അത്രയില്ല. എന്നാൽ നന്മയുടെ മജ്ലിസുകളിലേക്ക്, നന്മയുടെ മീറ്റിങ്ങുകളിലേക്ക്, അത്തരം മീറ്റിങ്ങുകൾക്ക്, അത്തരം മജാലിസുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആദ്യം വരുന്നതാരാണോ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലമുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഓരോരുത്തരും ഇരിക്കുക. കൂടുതൽ ആളുകൾ വന്നാൽ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു, സൗകര്യം ചെയ്തു കൊടുക്കുക. മാക്സിമം ആളുകൾ അവരെ അവിടെ ഉൾക്കൊള്ളട്ടെ. യഫ്സഹില്ലാഹു ലക്കും, അവിടെ ഉലമാക്കൾ പറഞ്ഞതുപോലെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അമലിൻ്റെ ജിൻസ് അനുസരിച്ചാണ് പ്രതിഫലവും. നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്താൽ അള്ളാഹു സൗകര്യം ചെയ്യും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി മൻ സത്തറ മുസ്ലിമൻ സത്തറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. നിങ്ങൾ ഒരാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ അള്ളാഹു നിങ്ങളുടെ രഹസ്യം മറച്ചു വെക്കും. നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്കും സൗകര്യം ചെയ്തു തരും. ഇവിടെ ഉലമാക്കൾ പറഞ്ഞത്, ഒരു നന്മയുടെ മജ്ലിസിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന് സീറ്റ് കൊടുത്താൽ നാളെ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലും സൗകര്യം ചെയ്തു തരും. കയറിക്കുമെന്ന് പറയും, നിങ്ങൾക്കൂടി സൗകര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ സൗകര്യം. യഫ്സഹില്ലാഹു ലക്കും, സ്വർഗത്തിൽ അള്ളാഹു സ്ഥാനം എളുപ്പമാക്കി തരും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വർഗത്ത് സീറ്റ് കിട്ടുന്നതാണ്. ഇവിടെ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ സ്വർഗത്തിൽ സീറ്റ് കിട്ടും. അതേപോലെ തന്നെ വിഷമകരമായ ഏത് സാഹചര്യത്തിലും ഒരു എളുപ്പമുണ്ടാകും. ഖബറിൽ പോലും വിശാലത ഉണ്ടാകും. ഞെരുക്കമുള്ളിടത്തിലൊക്കെ ഒരു വിശാലത കിട്ടും, മറ്റുള്ളവർക്ക് നമ്മൾ വിശാലത ചെയ്തു കൊടുത്താൽ. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല ശുസൂ, ഇനി നിങ്ങളോട് എഴുന്നേൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഫൻഷുസൂ, നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. ചിലയിടങ്ങളിൽ രണ്ടാൾക്കിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ വന്ന ആൾ ഇരിക്കേണ്ട ഒരു സീറ്റുമാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അവരെ ഇരുത്താമെന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സിഹത്തിനെക്കുറിച്ച് എനിക്കറിയില്ല, അല്ലാഹു അലം. എന്തായിരുന്നാലും ശരി, തഫ്സീറുകളിൽ കാണാം, മുഹാജിറുകളിൽപ്പെട്ട പ്രധാനികളായ ആളുകൾ, നബിയുടെ ഏറ്റവും അടുത്തിരിക്കേണ്ട ചില ആളുകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലിയലിനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നിങ്ങളിൽ കൂടുതൽ ബുദ്ധിശക്തിയും വിവേകവുമുള്ളവർ എന്നോട് ചേർന്ന് നിൽക്കണം, പിന്നെ അതിൻ്റെ അടുത്ത ആളുകൾ, പിന്നെ അതിൻ്റെ അടുത്ത ആളുകൾ. ഇത് നമസ്കാരത്തിലെ സ്വഫിലുമാണ്, അല്ലാതെയുമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ഹദീസുകൾ കൃത്യമായി ഗ്രഹിക്കുന്നവരായിരിക്കണം. അതേപോലെ തന്നെ കുത്താബുൽ വഹി എഴുതുന്ന ആളുകളെ റസൂൽ അടുത്തിരുത്തിയിരുന്നു. വഹി എഴുതുന്ന ആളുകൾ, കാരണം വഹി എഴുതാൻ പ്രവാചകന് പ്രത്യേകം ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ചില ആളുകൾ ഇരിക്കണം. അങ്ങനെയുള്ളവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും അവർ ആ സീറ്റിലിരുത്തുകയും ചെയ്യുന്നതിന് വിരോധമില്ല. അത് സന്ദർഭമനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ആളുകൾക്കും അവരുടേതായ ചില സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ അവരിരുന്നിട്ടില്ലെങ്കിൽ വേറെ ഫിത്നകളുണ്ട്, വേറെ പ്രശ്നങ്ങളുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഒരാളോട് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. വഇദാ ഖീല ഇൻഷുസു ഫൻഷുസു. അഥവാ ഇനി നിങ്ങളോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ അധിക തഫ്സീറുകളിലും കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളോട് എഴുന്നേറ്റ് വരാൻ വേണ്ടി പറഞ്ഞാൽ ഫൻഷുസു, നിങ്ങൾ എഴുന്നേറ്റ് പോകണം എന്നാണ്. ഉദാഹരണത്തിന് യുദ്ധത്തിന് വിളിച്ചാൽ, യുദ്ധമുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ അള്ളിപ്പിടിച്ചിരിക്കരുത്. മാലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടൂ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഭാരം തൂങ്ങി നിൽക്കുകയാണോ? ഭൂമിയിലേക്ക് ഭാരം തൂങ്ങി നിൽക്കുകയാണോ? അങ്ങനെ പാടില്ല. മറിച്ച് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി റസൂലുള്ള ആവശ്യപ്പെട്ടാലും നിങ്ങൾ എഴുന്നേറ്റ് വളരെ ധൃതിയിൽ ആ കാര്യം ചെയ്യണം, റസൂലിനെ സഹായിക്കണം. അത് യുദ്ധത്തിലാണെങ്കിലും അല്ലാത്ത വിഷയത്തിലാണെങ്കിലും. ഇതേപോലെ തന്നെയാണ് മുസ്ലിം സൊസൈറ്റിയോട് അവരുടെ നേതൃത്വമോ അതേപോലുള്ള ആളുകളോ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണമെന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീൽ നമുക്ക് കാണാം. മുസ്ലിമീങ്ങൾ അങ്ങനെയായിരിക്കും. ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ 60 കൊല്ലം പറഞ്ഞാലും കേൾക്കാതിരിക്കലല്ല, മറിച്ച് ഏതൊരു കാര്യവും ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, എഴുന്നേറ്റ് അതിന് മുന്നിട്ടിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ഭൂമിയിലെ കള്ളിപ്പിടിച്ച് മടിയന്മാരായി, അലസന്മാരായി, ശ്രദ്ധയില്ലാത്തവരായി നിൽക്കാതെ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഇൽമിൻ്റെ അടയാളമാണ്, ഒരാളുടെ ഈമാനിൻ്റെയും അറിവിൻ്റെയും അടയാളമാണ്. അതുകൊണ്ട് തന്നെ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും ഇൽമുള്ളവരെയും അള്ളാഹു പല പദവികൾ ഉയർത്തുന്നതാണ്. ഒരു മജ്ലിസിൽ നീങ്ങിയിരിക്കുന്നത് പോലും ഒരാളുടെ അറിവിൻ്റെ, അയാളുടെ വിവേകത്തിൻ്റെ അടയാളമാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അതിന് മുന്നിട്ടിറങ്ങുക എന്നുള്ളത് ഒരാളുടെ ഈമാനിൻ്റെ, അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ അടയാളമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈമാനിനെയും ഇൽമിനെയും പറഞ്ഞത്. നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദർജയിലാണ് വർധനവുണ്ടാകുന്നത്. ഒരിക്കലും അത് നിങ്ങൾക്ക് മോശമല്ല. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലാണ് നിങ്ങളുടെ ദറജയുള്ളത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ, ഇൽമുള്ളവർക്കും ഈമാനുള്ളവർക്കും ഒരുപാട് പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചെങ്കിൽ ആ സൃഷ്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കില്ലേ? തീർച്ചയായും. പ്രത്യേകിച്ചും സ്വർഗനരകങ്ങളുണ്ട്. വെറുതെ സൃഷ്ടിച്ചതാണെങ്കിൽ പ്രശ്നമല്ല. സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതാര്, നരകത്ത് പോകുന്നതാര്? 2, സ്വർഗത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ദറജകളുണ്ട്. ഈ ദറജകളിൽ ഓരോന്നിലും എത്തിപ്പെടേണ്ടവനാര്, അല്ലാത്തവരാര്? നരകത്തിനും വേറെ വേറെ ദറജകളുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിക്ക് നൽകണമെങ്കിൽ അയാളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു എല്ലാം അറിയുന്നവനാണെങ്കിലും പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ സൂക്ഷ്മമായി അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷണങ്ങളും നീക്കങ്ങളുമൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നിലക്ക് പഠിപ്പിക്കപ്പെട്ട എല്ലാ നിലക്കുമുള്ള മര്യാദകൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചു മുന്നോട്ട് പോവുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ അത്തരമൊരവസ്ഥയിൽ എത്തിച്ചേരുവാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.